കൊള്ളാൻ ബസ് സ്റ്റാൻഡുകളില്ല, മരത്തിന്റെ കട്ടകളില്ല, ഒന്നും തന്നെ ഇല്ല. അവിടെയുള്ളത് റബ്ബിന്റെ അർശിന്റെ തണല് മാത്രമാണ്. അതിന്റെ തണല് മാത്രമേയുള്ള. അവിടെ ചെന്നവർക്ക് അതിന്റെ തണലുണ്ട്. ആ തണൽ ആർക്കറിയുമോ? കേവലം 7 വിഭാഗത്തിന് മാത്രമാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. ആ ഒരു തണലല്ലാതെ വേറെ തണലില്ല, മറ്റൊരു തണലില്ല. ആ അർശിന്റെ തണല് മാത്രമേ ഉള്ളൂ. അതിൽ 7 വിഭാഗത്തിന് ആ തണലുണ്ട്. ആ 7 വിഭാഗം ഇപ്പോൾ പറയാൻ നേരമില്ല. 7 കൂട്ടരെയും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതിൽ ഒരു കൂട്ടരാരറിയുമോ? ചെറുപ്പക്കാര് കേട്ടോ, നല്ലവരായ ആണുങ്ങൾ കേട്ടോ, മുസ്ലിമീങ്ങൾ കേട്ടോ, ആണുങ്ങൾ പോലുള്ള പെണ്ണുങ്ങളും കേട്ടോ. വറജുലൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അതേ വറജുലൻ ഒരു മനുഷ്യനാണ്, ഒരാള് ആരറിയുമോ? അയാൾ എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ പള്ളിയിലാണ്. ളുഹർ നിസ്കാരത്തിന്റെ ജമാഅത്ത് അവിടെ നിർവഹിച്ച് പുറത്തിറങ്ങിയാൽ അയാളെ കൽബ് പിന്നെയും പറയണത് ഇനിയും പള്ളിക്ക് പോണോന്ന്, അസറിന് പിന്നെ കേറണോന്ന്, അസറിന്റെ ജമാഅത്തിന് ഏതായാലും പള്ളിയിലെ വരണമെന്ന്, പള്ളിക്ക് സഹായിക്കണമെന്ന്, പള്ളിക്ക് മാസിക വന്തിക പിടിയരി തേങ്ങയെല്ലാം കൊടുക്കണമെന്ന്, പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ അയാൾക്ക് നല്ല കൽബ്. പള്ളിയോടൊപ്പോഴും നല്ല പിരിച്ചപ്പാടും ആയുധം കമ്മിറ്റി ആര് പേർട്ട് ഏത് മനുഷ്യന്മാർ പറ്റും. ചില നാട്ടിൽ അങ്ങനെ ഉണ്ട്. കമ്മിറ്റി ഞമ്മ വിചാരിച്ച ആളല്ലെങ്കിൽ പിന്നെ ആ കൊല്ലം പള്ളിക്ക് ഒന്തികയില്ല. ഈ കൊല്ലം എന്റെ പോരന്ന് ചോറില്ല, നിന്റെ പോരന്ന് ചോറില്ലായിട്ട് മുക്കുറി പട്ടിണി എന്തോ ആവേല. അത് മുന്നേ ഓർത്തോളണം. ഒന്നോ രണ്ടാമത് അത് പറയാനുള്ള നിന്റെ മനസ്സ് ഈടത്തെ കഥ പറഞ്ഞല്ല. ഇങ്ങനെ നാളെ ചർച്ചാക്കണ്ട. ചിലയിടത്തെല്ലാം അങ്ങനെ ഉണ്ട്. വയലിൽ കഴിഞ്ഞിട്ട് പോയ പിന്നെ അതാരും ഉസ്താദിന് ചെല്ലിനെ, ആ വിഷയം ഉസ്താദ് അങ്ങനെ ചെല്ലിയേ, അത് ഉസ്താദിന് ആരോ ചെല്ലാൻ കൊടുക്കാതെ ഉസ്താദ് അങ്ങനെ ഉണ്ടല്ല. അത് എത്ര കണ്ട് സത്യമാണ്, അത് എത്ര കണ്ട് നേരാണ്, അത് ഞങ്ങൾക്ക് എത്ര കണ്ട് ഫിറ്റാണ്, ഞങ്ങൾ എത്ര കണ്ട് മാറ്റി ചിന്തിക്കണം, ഇതൊന്നും ഞമ്മ ചിന്തിക്കുന്നില്ല. നമുക്ക് ചെല്ലിയ ആൾ അഡ്രസ് കിട്ടണം. ഇപ്പൊ എന്തിനീ പൂങ്ങി തിന്നാൽ ചെല്ലിയ ആളെന്ന് ഇപ്പൊ നമുക്ക് ചെല്ലിയാൾ ആവശ്യമില്ല. എന്റെ കൽബ് മലിനമാണെങ്കിൽ നീ അത് വൃത്തിയാക്കിയാൽ മതി. നായിനെ കൊല്ലണ്ട. നായി തൊട്ടാ നായിനെ കൊല്ലണം പറഞ്ഞില്ല. ഒരാൾ നായിനെ തൊട്ടു, മസലൻ ഫോർ എക്സാമ്പിൾ ഞാൻ നായിനെ തൊട്ടെങ്കിൽ ഫസ്റ്റ് നായിനെ കൊന്നിട്ടു, പിന്നെ 7 വട്ടം കഥ നായില്ലേ, നായിനെ കൊല്ലണ്ട പയ്യ. അതിനതിന്റെ അലക്ക് വിടും. നീ ക്ലിയർ ആയെങ്കിലേ തിരിയുന്ന നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നല്ലേ? അല്ല, കൂടുതർക്ക് ഭാഷ ഉണ്ടല്ലേ, ഭാഷ ഉണ്ടല്ലേ എന്നല്ലേ ഇന്നാളാണ് അർത്ഥാക്കിയിരുന്നത്. നിങ്ങൾ ഭാഷ മനസ്സിലാവുന്നല്ലേ? ഭാഷ മനസ്സിലാണോ? അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടെ ചെല്ലിയത് പണിയായി പോകും. ഞാൻ മുന്നേ അവിടെ ചെല്ലിയ മാതിരി. ഇപ്പൊ അടുത്ത കാലത്ത് ഞങ്ങൾ ദുബൈക്ക് പോയിട്ട് ഇവന് അറബി ഒന്നും അറിയാലോ. പുതിയ ആള് ലോക്ക്ഡൌൺ അല്ലായി, കൊറോണ എല്ലായിട്ട് ആകെ ആൾക്കുൾത്തായിന് അടുപ്പിൽ ചാരവായി. അപ്പൊ എന്തെങ്കിലും ഒരു കുണം പിടിക്കുമല്ലേ ചെല്ലിട്ട് ആളെയും ഒരു വിസ ഇട്ടോ ഒന്ന് പോയിക്ക് പോയോ. ഓന് അറബി ഒന്നും അറിയുന്നല്ലോ സാർ. അങ്ങനെ പോയിട്ട് ആടെ എത്തുമ്പോ ഇങ്ങോട്ട് ആടെ ഫസ്റ്റ് കിട്ടിയ തന്നെ അറബിന്റെ വലിയ ഷോപ്പിൽ ബില്യം മാൾ നോക്കുമ്പോ അവിടെ എല്ലാ അറബികൾ തന്നെ. ആടക്ക് വരുന്ന സാധനം വാങ്ങാൻ വരുന്നവരും അറബികൾ തന്നെ, ആടെ മറ്റു സ്റ്റാഫും അറബികൾ തന്നെ. ആകെ ഈ ചങ്ങായി തന്നെ ആകെ സ്കൂൾക്ക് പോയത് 3ാം ക്ലാസ്. അതും നേരെ പാസ്സായിട്ടുമില്ല. 3ാം ക്ലാസ്സിൽ ഏത് കൊല്ലുണ്ടായിരുന്നു. ചങ്ങായി ദുബൈക്ക് പോയിട്ട് ആകെ ഞങ്ങൾ ഒപ്പിച്ച് പിടിച്ചിട്ട് കുറച്ചെല്ലാം അറബി പഠിച്ചോ. വൈന അന്ത ഇന്തി ഊത്തി എന്നെല്ലാം ആക്കിയിട്ട്. നമ്മളെ കിതാബിന്റെ അറബി ഒന്നും അല്ല. ഈ ഗൾഫിൽ നിന്ന് വന്നോ ഒരിക്കൽ വരുമ്പോ ഒരിക്കൽ കാണുന്നില്ല. ഞങ്ങൾ മൊയിലാമാരെല്ലാം കാണുമ്പോൾ ചില മനുഷ്യന്മാരുണ്ട്. അതിന്റെ അർത്ഥം എന്തായാലും അക്ഷരം എന്താ കേട്ടോ ചെല്ലാൻ അറിയാലോ. ഈ ബാല്യക്കാരൻ എന്തൊക്കെ അറിഞ്ഞ അതേപോലെ ഗൾഫിൽ പോയിട്ട് എന്തോ ഒരു കണ്ട ഒരാഴ്ച എത്രയല്ലേ കുറച്ച് ഇപ്പൊ അങ്ങനെ വരാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ഒരു ചങ്ങായി എന്തോ ഒരു കസ്റ്റമർ അവിടെ വന്നിട്ട് ഒരു സാധനം എടുത്തിട്ട് ഓൻ ഇഷ്ടപ്പെട്ടു. അതിന്റെ വില കേൾക്കുമ്പോൾ ജില്ല 5 ദീന അങ്ങനെ ഓൻ വില പേശി ഒന്ന് കുറച്ച് രൂപ അങ്ങനെ കുറക്കുന്ന വിഷയം തന്നെ ഇല്ല. അപ്പൊ ഓൻ ചെല്ലും എന്തറിയോ, ഈ സാധനം കയ്യിൽ പിടിച്ച ഈ കസ്റ്റമർ ചെല്ലും എന്തറിയോ,
ലാസ്റ്റ് ബല ചെല്ലി, ഏതായാലും ലാസ്റ്റ് ബല ചെല്ലുവേ. കുറെ ചർച്ച കണ്ട നീ ചെല്ലു, ലാസ്റ്റ് ബല ചെല്ലേ, 5 നീ ചെല്ലല്ലേ, ലാസ്റ്റ് ഒന്നും കൂടി കുറച്ചിട്ട് ചെല്ലി പറഞ്ഞിട്ട് എന്നെ നോക്കി ലാസ്റ്റ് ബല ചെല്ലെന്ന് പറഞ്ഞിട്ട് അറബി പറഞ്ഞെന്ന് പറയാം, ആഖിർകലാമേ മോൻ ഉദ്ദേശിച്ചത് എന്റെ അവസാനത്തെ ലാസ്റ്റ് ബല ചെല്ല്, ലാസ്റ്റ് പഴക്കം ഒന്ന് തീർക്കും. ആഖിർകലാമേ മോൻ ചെല്ലെന്ന് അറിയോ, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഓൻ അത് മാത്രമേ ബിള്ള സ്വയലിൽ കേട്ടത്, വേറെ ഒന്നും കേട്ടിട്ടില്ല. അവൻ വിചാരിച്ചത് ഷാത്ത് കലിമ ചെല്ലാനില്ല, ഈ സെന്റ് കച്ചവടാക്കിയോ ഷാത്ത് കലിമ വന്നതിന്. അപ്പൊ ഭാഷ ഒരു സമസ്യയാണ്. തിരിഞ്ഞ അത് പഠിക്കണം, എപ്പോഴും പഠിക്കണം, എല്ലാ ഭാഷയും പഠിക്കണം. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, നല്ല അറിവ് തരട്ടെ, നല്ല ബോധം തരട്ടെ. ആമീൻ പറ. നല്ല ബോധം തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാന്റെ പള്ളിയുമായിട്ട് നമുക്കൊരിക്കലും ശത്രുത പാടില്ല. ഞാൻ പറയട്ടെ, എന്നാൽ തന്നെ പള്ളികൾ അടുത്തടുത്തുണ്ടാകരുത്, പള്ളികൾ കൂടുതൽ മോഡിഫൈ ചെയ്യരുത്, പള്ളികൾ കൂടുതൽ അട്രാക്ഷൻ ആക്കരുത്. അതൊന്നും ശരിയല്ല. ഇസ്ലാമിക ഗ്രന്ഥം വെച്ച് നോക്കുമ്പോ, പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോ മഹാന്മാർ പഠിപ്പിക്കുകയാണ്, പള്ളികൾ എപ്പോഴും മോടി പിടിപ്പിക്കാതെ കണ്ടു നിൽക്കണോ, പള്ളിയെ കാണുമ്പോ ഭക്തി ഉണ്ടാകണോ, പള്ളിക്കകത്ത് കയറിയാലും ഭക്തി വേണോ. സൗകര്യം കൂട്ടണോ വേണ്ടെന്നൊന്നും അല്ല. അല്ല ഉസ്താദ്, അപ്പൊ എ സി ഇന്നത്തെ കാലത്തൊരു മോഡിഫൈ അല്ലല്ലോ. ഇന്നത്തെ കാലത്തത് മാമൂലിയല്ലേ അല്ലേ? അപ്പൊ മോഡിഫൈ ചെയ്യില്ലെങ്കിൽ എന്ത്? മോഡിഫൈ ചെയ്യില്ലെങ്കിൽ തന്നെ എന്ത്? ഞമ്മ കയറിയിട്ട് ഉള്ളൊക്കെ കയറി നടന്നുകൊണ്ട് പോകുമ്പോ തന്നെ താഴേക്ക് നോക്കിയാൽ മതി, ഞങ്ങളെ മുഖം എല്ലാം കാണുന്നു, മുഖത്തുള്ള കാല എല്ലാം കാണുന്നു, കണ്ണടി പോകണമെന്നില്ല. ഞങ്ങൾ കൈ കെട്ടിയെങ്കിൽ 7 കോലത്തിൽ നമ്മളെ കാണുന്നത്, ബാക്ക് ഫ്രണ്ട് സൈഡ് എല്ലാം അങ്ങനത്തെ സ്റ്റൈലാണ് പള്ളിൻ്റെ ഉള്ളിൽ. അള്ളാഹു കാക്കട്ടെ, ഒരു വേള കമ്മീസിന്റെ ഉള്ളൊക്കെ ഒന്നും ഇടാതെ പോയെങ്ക് പണിയും പാടും. കാരണം ആ നിലക്കാണ് ഗ്രാനൈറ്റ്, ആ നിലക്കാണ് പള്ളിയുടെ കിടപ്പ്. മനസ്സിലാകുന്ന എനിക്ക്? പിന്നെ എവിടെ ഭക്തി എന്ത്? ആ പള്ളിക്കകത്ത് എന്ത് ഭക്തി വരാൻ? ആ പള്ളിക്കകത്ത് എന്ത് ഭക്തി വരാൻ? പറയട്ടെ, പള്ളിയുമായി നല്ല പിരിശപ്പാടും നല്ല സമ്പർക്കവും നല്ല സഹായവും നല്ല സഹകരണവും വെച്ചു പുലർത്തുന്നയാള്, അയാൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പഴയ കാലത്തുള്ള ഞങ്ങളെ ഉമ്മമാർ അവർ അതാ അടുപ്പത്തുള്ള അരിന്റെ കലത്തിലേക്ക്, കഞ്ഞി വെക്കുന്ന പാത്രത്തിലേക്ക് ഒരു പിടി അരി എടുത്തിട്ട് കഞ്ഞി വെക്കാനിടുമ്പോ ഒരു പിടി അരി അതാ പള്ളിക്ക് മാറ്റി വെക്കുന്നു. പഴയ കാലത്ത് അങ്ങനെയുള്ളൊരു കൂട്ടർ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അടുപ്പത്തുള്ള കലത്തിലേക്ക് കഞ്ഞിക്കരി ഇടുമ്പോ ഒരു പിടി അരി അവർ അതാ പള്ളിക്ക് മാറ്റി വെക്കുകയാണ്. അല്ലാതെ വീട്ടിലേക്ക്, ആ വീട്ടിലുള്ള അഹലുകാർക്ക്, അവിടെയുള്ള ഖാദിമീങ്ങൾക്ക്, പള്ളിയുടെ കാര്യങ്ങൾക്ക് ഒരു പിടി അവർ അരി മാറ്റി വെക്കുന്നു. ഒരു തേങ്ങ ഇല്ലേ? പണ്ട് അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ല. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ആർക്കും അറിയാല. നോട്ടും പൈസ അല്ലേ, ഇന്ന് പൈസ ഉണ്ട്. പഴയ കാലം അങ്ങനെയല്ല. ഒരു പിടി അരിക്ക് വളരെ വളരെ കഷ്ടം പിടിച്ച കാലാണ്. ചക്കച്ചോളയും ചക്കക്കുരുവും തിന്നിട്ട് കാലം കഴിച്ച നാള്. 3 നേരം ഭക്ഷിക്കാനൊന്നുമേ ഇല്ല. പഴയകാലം അങ്ങനെയാണ്, സുബ്ഹാനല്ലാഹ്. ലോകം തന്നെ പടക്കാന് കാരണക്കാരായ ഏതുബോധരായ മുത്തു റസൂലുള്ളാഹി തങ്ങൾ പോലും ചുട്ടുപൊള്ളുന്ന വെയിലത്ത്, ചുട്ടുപൊള്ളുന്ന കാലത്ത് അള്ളാന്റെ ദീനിന് വേണ്ടി പടപൊരുതാനും സഹാബികളോടൊപ്പം പടക്കളത്തിലേക്ക് പോയപ്പോ അന്ന് പോലും നബി തങ്ങൾക്ക് ഭക്ഷിക്കാൻ 4 കാരക്ക പോലും കിട്ടിയിട്ടില്ല. വിശപ്പ് സഹിക്ക വയ്യാതെ വന്നപ്പോ, ദിവസങ്ങളോളം പട്ടിണി കിടന്നപ്പോ മുത്തുനബി തങ്ങളതാ പള്ളക്ക് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. സഹാബികളെ ചരിത്രവും അങ്ങനെയാ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങള് ഒരവസരം അതാ തന്റെ പ്രജകളുടെ ക്ഷേമവും ക്ഷാമവും അന്വേഷിക്കാൻ, പ്രജകളുടെ സുഖവും സന്തോഷവും അന്വേഷിക്കാൻ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങൾ പിന്നെ ഇറങ്ങിപ്പോവുകയാണ്. നട്ടപ്പാതിര നേരത്തുള്ള കുറ്റാകൂരിരട്ടത്ത്
പല ഭാഗങ്ങളും സന്ദർശിച്ചിട്ട് പ്രജകളുടെ, നാട്ടുകാരുടെ, ഭരണീയരുടെ ആകുഹോക്കുകളും അവരുടെ കാര്യകലാപ്പ, അവരുടെ എല്ലാ ചരിത്രങ്ങളും പഠിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ചെറിയൊരു ചറ്റക്കൂടിന്റെ ഉള്ളില്, ചെറിയൊരു ചറ്റക്കുടിലിന്റെ ഉള്ളില്, ഓലമേഞ്ഞ വീട്, ചെറിയൊരു ചറ്റക്കുടില്, ആ കുടിലിന്റെ അകത്ത് രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരുമ്മ രണ്ട് കുഞ്ഞുങ്ങളതാ അവിടെ ഇരുന്ന് കരയുന്നു. ഉമ്മയാണെങ്കിൽ കുറെ നേരമായി അടുപ്പത്ത് കലം വെച്ചിട്ട് അടിയിൽ തീ കൊടുത്തിട്ട് കലത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ കയലിട്ട് ഇളക്കുകയാണ്. അതും കുറെ നേരമായി, അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, ഒരുപാട് നേരമായി. തന്റെ കുഞ്ഞുമക്കളാണെങ്കിൽ ആ പരിസരത്തിരുന്നിട്ട് കരയുകയാണ്. ഇതാര് കണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് ശ്രദ്ധിക്കുകയാണ്. എന്റെ ഭരണകാലത്ത് എന്റെ ഭരണീയരിൽപ്പെട്ട, എന്റെ പ്രജകളിൽപ്പെട്ട ഈ പെണ്ണ് എന്താണ് ഈ ചെയ്യണത്? സാധാരണ കലത്തിലേക്ക് കയലിട്ടിട്ട് ഇളക്കലൊക്കെ ഉണ്ട്, അടിക്ക് പിടിക്കുന്നതിന് വേണ്ടിട്ടൊക്കെ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ കയലിടലില്ല? അല്ല, കയളയില്ല. ഇങ്ങനത്തെ പറയാ, കായലിനെന്താ പറയാ? സ്പൂണിനെക്കാട്ടും കുറച്ച് വലുത്, അതിന്റെ ഇച്ചത്. ആ, അത് ഈ ഉമ്മ കുറെ നേരം ഇങ്ങനെ ഇട്ടിട്ട് മറിക്കും. എന്നാലും മറിക്കുന്നതിനൊരു സമയമില്ല. ഇപ്പൊ നമ്മൾ മണ്ണി ആക്കുന്നെങ്കിലും നെയ്ച്ചോറാക്കുന്നെങ്കിലും ബിരിയാണിയല്ല, അതിന്റെ മന്തി തന്നെ ആക്കുന്ന ടൈമില്ല. ആ ടൈം ആകുമ്പോ കീച്ച വെക്കണ്ടേ? ഇത് ഈ ഉമ്മ കുറെ നേരം ഇങ്ങനെ തിരിക്കുന്നതല്ലാണ്ട് ചട്ടി കേൾക്കുന്ന വിഷയമില്ല. ഇതെന്താണ് കഥ? കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ കരച്ചില്ല. ഉമ്മ ചോറ്, ഉമ്മ ബൈക്കുന്നു, ഉമ്മ ഇങ്ങനെ കരയും. ഉമർ ഖത്താബ് തങ്ങൾ അങ്ങനെ നോക്കി കുറെ കഴിയുമ്പോ ക്ഷമകെട്ട ഉമർ ഖത്താബ് തങ്ങള് അവിടെ നിന്നതാ ചറ്റക്കുടിലിന്റെ അകത്തേക്ക് കയറുകയാണ്. മഹദിയോട് ചോദിക്കുന്നു, വല്ല പെണ്ണ് മക്കൾക്ക് ചോറ് കൊടുക്കുന്നില്ലേ? കരിയുന്നത് നേരം എത്രയായി? ഇത് പറഞ്ഞപ്പോ ഉസ്താദ് ഇങ്ങോട്ട് വരി, ഇവിടെ കസാരയാണ്, ഇങ്ങോട്ട് ഗഫൂർ ഉസ്താദ് കുറെ നേരം ആടനെ പെരുന്നാളിലാണ്. സാധാരണ കുറെ ദൂരത്തെല്ലാം മൂപ്പർ വേദനക്കാൻ പോകും. ഒരു പ്രത്യേകമായ ഒരു ശൈലിയും ഒരു ഇതാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് ചോദിച്ചു, അല്ല നിങ്ങൾ കുറെ നേരമായാലും ഇങ്ങനെ ഇളക്കുന്നത്, കുഞ്ഞിന് ചോറൊന്നും കൊടുക്കണില്ലേ? അപ്പൊ ആ ഉമ്മ പറഞ്ഞെന്താ പറയാ? ഇല്ല, കുഞ്ഞുങ്ങൾക്ക് ചോറില്ല. പിന്നെ എന്താണ് ഈ കലത്തില്? ആ സമയത്ത് ആ ഉമ്മ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, കലത്തിലൊന്നുമില്ല, പച്ചവെള്ളം മാത്രമാണ്. അതിലിട്ട് തിളപ്പിക്കാനോ വേവിക്കാനോ ഇട്ട് പൊരിക്കാനോ അരിയോ പഞ്ചസാരയോ ഇല്ല. ഇവിടെ ഒന്നുമേ ഇല്ല. എന്റെ മക്കളാണെങ്കിൽ വിശന്നിട്ട് അങ്ങനെ കരയുകയാണ്. അവർക്കൊന്ന് സമാധാനമാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ ഒന്ന് കയലിട്ട് മറിക്കുന്നതാണ്. ഇപ്പൊ ഉമ്മ തരാ, ഇപ്പൊ ഉമ്മ കോരിയിട്ടെടുക്കോ, ഇപ്പൊ അത് ബന്ധിട്ട് ഇവിടെ താഴെ വെക്കോ എന്നിങ്ങനെ സമാധാനിച്ചിട്ട് പിന്നെ എന്റെ മക്കൾ ഉറങ്ങുമല്ലോ, പിന്നെ കരയിലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കണതെന്ന് പാവപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞുവെങ്കിൽ അന്നത്തെ കാലം അതായിരുന്നു. ഒരു ഗതിയും പരഗതിയുമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നങ്ങനെയല്ല, കാലം മാറി, കഥ മാറി, മനുഷ്യന്റെ കോലം മാറി. എന്ത് കഷ്ടപ്പാടായാലും തിന്നിന് കുറവില്ല. തിന്നിട്ട് ഏറിയിട്ട് കൊണ്ടൊരു പൂത്തതാണ്, അല്ലാണ്ട് തിന്നാനില്ലാത്ത ബേജാർ ആർക്കും ഇല്ല. കൊറോണ കിറ്റ് വേറെ, റമളാൻ കിറ്റ് വേറെ, നമ്മളെ സംഘത്തിന്റെ കിറ്റ് വേറെ, അതിന്റെ ഇടക്ക് 3-4 പാലക്കാർ കൂടിയിട്ട് പാപത്തിന്റെ ഓർക്ക് പിരിയിച്ചിട്ട് നല്ല കെട്ടാക്കിയിട്ട് കൊടുത്ത കെട്ട് വേറെ, അതിന്റെ ഇടക്ക് കുറെ മറ്റേ യൂത്ത് വിങ്ങിന്റെ കെട്ട് വേറെ, അതിന്റെ ഇടക്ക് ഇന്നലെ കൊടുത്ത മൂത്ത വിങ്ങിന്റെ കെട്ട് വേറെ. പിന്നെന്ത് കിട്ടാനുള്ള? പിന്നെ നമ്മളെ റേഷന്റെ വീടിന് കിട്ടുന്ന പയറും പച്ചക്കറിയും കടലയും അതാർക്കും ആലോചിച്ചോ നിങ്ങൾ. ഞമ്മ ഈ 5 പീസ് കാണുമ്പോ ആർക്ക് കടല? ഗ്യാസ് അല്ലെ? പിന്നെ ഈ തിന്നാട്ടത്തിൽ ഗ്യാസ് ഇല്ലേ നിങ്ങൾക്ക്? സത്യം പറഞ്ഞ അത് സ്വർഗത്തിന്റെ ഭക്ഷണമാണ് ഈ കടല, അറിയാം.
അൽബക്കറ സൂറത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളിൽ, ധാന്യങ്ങളിൽ, വിത്തുകളിൽ, ബീജങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണത്. നമുക്ക് ഗ്യാസ് അല്ലാത്തതിന്റെ പോത്തിന്റെ ഇറച്ചി, എണ്ണല് വേയിച്ച് അഞ്ചളുടെ വീസ്, ഇതെല്ലാം നമുക്ക് ഭയങ്കര അല്ലേ. അല്ല, ഫുഡ് കുറക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. തിന്ന് മൂക്കിന്റെ കൊടിയോളം തിന്നിട്ട് പൊക്കിളി പിരിച്ച് നടന്നോ, ഒരു തെറ്റുമില്ല. കുലൂ വശ്റബു, എന്ത് തെറ്റൊന്നുമില്ല, വേണ്ടെന്നല്ല പറഞ്ഞ. പക്ഷെ പറഞ്ഞു വന്നതാ, ഇന്ന് നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. എത്ര പാരാബ്ദങ്ങൾ ഞങ്ങൾ പറയുന്നുവെങ്കിലും, കഷ്ടപ്പാടിന്റെ പാരാബ്ദങ്ങളുടെ കഥ ഞങ്ങൾ പറഞ്ഞിട്ട് കരയുന്നുണ്ടെങ്കിലും, ഇല്ല സഹോദര, തിന്നാനില്ലാത്ത ഒരവസ്ഥ നമുക്കില്ല, ഇന്നില്ല. നോക്കൂ നിങ്ങൾ, നമ്മളെ സിദ്ധാറാമയ്യ വന്നിട്ട് അയാൾ എന്തെല്ലാം ഓഫർ ചെയ്ത്. അടല്ല, നമ്മളെ കേരളത്തിലല്ല, നിങ്ങൾ ഈ കർണാടകയിൽ, ഇത് കർണാടക അല്ലേ അല്ലേ? ഇയാൾ കോൺഗ്രസ് അല്ല, അതിന്റെ അപ്പുറത്തെ അസാണെങ്കിലും സംഗതി അയാൾ ചെയ്തത് പറയണല്ലോ അല്ലേ. അയാൾ എന്തെല്ലാം ഓഫർ ചെയ്തിട്ട് ഇന്ദിരാഗാന്ധിന് അവിടെ പോയിട്ട് അപ്പൊ 10 രൂപ കൊടുത്തെങ്കിലും 4 ഇഡ്ലിയും നല്ല 1.5 സാമ്പാർ, ഇഷ്ടം പോലെ പെണ്ണുകടാക്കി എത്ര പഠിക്കുന്നെങ്കിലും എല്ലാം സൗജന്യ. എന്നിട്ട് ഒരു കാരണമില്ലാണ്ട് അയാൾ പുറത്തേക്ക് നടത്തിയ പള്ളികള്, പക്ഷേ പള്ളികളില്ല, അവിടെയുള്ള ജമാഅത്ത് ജനങ്ങളില്ല, അവിടെയുള്ള ഒരു കർമ്മങ്ങളും നടക്കുന്നില്ല. ലോകവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് അവര് പള്ളി പൊളിച്ചതിന്റെ പേരിൽ, നമ്മൾ പൊളിക്കപ്പെട്ടതിന്റെ പേരിൽ അല്ലാത്ത ബേജാറാണ് അല്ലേ. ഇനിയിപ്പോ കാശ് പൊളിക്കുന്ന ഒരു കൂട്ടർ വരുന്നുണ്ട്, അടക്കാൻ പോകുന്ന കാര്യം എന്തല്ല, കൂട്ടർ പൊളിച്ചത് പോയി, ഇനി പൊളിക്കുമ്പോ കാര്യം കടമാകും. നമ്മളെ മക്കള് ചെറിയ മക്കളാണ്, അപ്പൊ അവർക്കെല്ലാം കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളെ മക്കള് സ്വാലിഹീങ്ങളാക്കട്ടെ. ലൈവ് വലിയ ഇഷ്ടപ്പെടുന്ന ആളൊന്നും അല്ല, ലൈവ് വലിയ താല്പര്യവുമില്ല, ഞാൻ ലൈവ് കൊണ്ട് നടക്കലുമില്ല. പക്ഷെ പല നാടുകളിലും വിദേശികൾക്കും സ്വദേശികളുമായിട്ട് വയലിന് വരാൻ സൗകര്യം കിട്ടാത്തവർക്കൊക്കെ നമ്മുടെ സംഘാടകർ പരിപാടി വെക്കുന്നവരൊക്കെ ലൈവ് സംവിധാനം ഒരുക്കലുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലും ലൈവ് ഉണ്ട്, അത് കാണുന്നുണ്ട് പലരും അത് വാച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യൂസുകൾ ഉണ്ടാവും. ഏതായാലും ഈ നല്ല ദഅവത്തിന്റെ വഴിയിൽ ഈ സംരംഭം ശ്രദ്ധിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അവിടെ ദുആരക്കാൻ വേണ്ടി ആമീൻ പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. വിദേശികളും പ്രവാസികളും നാട്ടുകാരുമായിട്ട് പലരും ദുആരക്കാൻ വേണ്ടി പറയലുണ്ട്, പല ഉദ്ദേശങ്ങളും എഴുതിയിട്ട്. അല്ലാഹു തആല അവരുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെയും നിറവേറ്റി കൊടുക്കട്ടെ. ആ ലൈവ് സംവിധാനം നല്ല സന്തോഷത്തോടെ നല്ല റാഹത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏത് മോനത് അൽകൗസർ, കുറച്ചൊക്കെ ക്ലിയറുള്ള ക്ലാരിറ്റിയുള്ള ഒരു മീഡിയ. ചില ലൈവിന്റെ കോലം കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് കണ്ടോർക്ക് ഇത് അണ്ണാച്ചു വേലിറങ്ങിയാണ് കറുത്തിട്ട് മുഞ്ചാൻ ഒരാൾ എൻ്റെ കേട്ടങ്ങനെ, ഉസ്താദ് ആടെ നിങ്ങല്ലേ എന്തേന്ന് കേട്ടു, യോ ഉസ്താദ് കറു ഞാൻ നന്ന വെളുത്തിട്ടല്ല, എന്നെങ്കിലും നിങ്ങളെ കാട്ടി മോശമില്ല, അല്ല അതിലെന്തും ഇല്ല അതിന്റെ അങ്ങനെന്നറിയാം. അപ്പൊ ഉള്ളനെ കാട്ടി ഏറെ ചന്താക്കണമെന്നില്ല, മേക്കപ്പ് ഒന്നും വേണമെന്നില്ല, നമ്മൾ ഉള്ളത് കുറക്കുമ്പോ നമുക്ക് വേദാറാവില്ല.
സാധാരണയാണ്. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ അൽ കൗസർ മീഡിയ പലയിടങ്ങളിലും അവരാണ് ഈ പ്രസരണം നടത്തുന്നത്, പല സ്ഥലങ്ങളിലൊക്കെ. അല്ലാഹു തആല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. അവർ എൻ്റെ ഏജന്റും അല്ല, ഞാൻ അവരെ ഏജന്റും അല്ല. ദുആ മുഅ്മിനീങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ ദുആ എടുക്കുമ്പോൾ ഇയാൾക്ക് എന്തോ കമ്മീഷൻ ഉണ്ടെന്ന് വിചാരിച്ചോണ്ട, നിങ്ങായിട്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ലിങ്ക് ഒന്നുമില്ല. ഇല്ല ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അള്ളാഹു ഞങ്ങളെ സേവനം ഇഖ്ലാസ് ഉള്ളതാക്കട്ടെ. ഇല്ലല്ല കൗസറ എനക്ക് അവന്റെ പേര് അറിയാല. അള്ളാഹു കബൂല് ചെയ്യട്ടെ, അള്ളാഹു കബൂല് ചെയ്യട്ടെ, അള്ളാഹു കബൂല് ചെയ്യട്ടെ. പള്ളികൾ കാലിയാകാൻ പാടില്ല. നമ്മുടെ ചെറുപ്പക്കാരാണ് അവിടെ ഫുള്ളായിട്ട് കാണേണ്ടത്. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് റമളാൻ വരാൻ പോണോ? റമളാനിന്റെ തുടക്ക നാളുകളിലാണ് നമ്മളുള്ളത്. റജബിന് ശഅബാന് തീരാനാ, റജബ് തീരാറായി. ഇന്ന് ഒന്നായി ശഅബാൻ പിറന്നു. കാത്തിരുന്ന് റമളാനതാ നമ്മുടെ പടിവാതിൽക്കലെത്തുകയാ, പടിവാതിൽക്കൽ വരികയാ. മുഅ്മിനീങ്ങൾ ആശിച്ചാഗ്രഹിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് തേടുകയാ. വബല്ലഗനാ റമളാൻ, വബല്ലഗനാ റമളാൻ, വബല്ലഗനാ റമളാൻ. റബ്ബേ റമളാനിനെ എത്തിക്കണേ അല്ലാഹ്. റമളാനിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും, റമളാനിനെ ഉൾക്കൊള്ളാനും ആദരിക്കാനും, റമളാനിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് ധന്യമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് ഇമാം മുനാവി തങ്ങൾ ഫതുൽ ഖദീറിൽ പറയുന്നുണ്ട്, ഫൈലുൽ ഖദീറിൽ പറയുന്നുണ്ട്. ഇമാം മുനാവി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാ റമളാനിന്, അല്ലേ? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ ഇങ്ങനെ കൂടി വരികയാണ്. പക്ഷേ ഞങ്ങൾക്ക് റമളാൻ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് റമളാൻ ഒരു വലിയ കാര്യമല്ല. ഞങ്ങൾക്ക് റമളാനും ശഅബാനും ഒരുപോലെ, അതേ റജബും ഒരുപോലെ. ബർക്കത്തിന്റെ മാസമായാലും റഹ്മത്തിന്റെ പത്തായാലും പരിശുദ്ധമായ റമളാനായാലും ആര് തന്നെ ആയാലും എന്തു തന്നെയായാലും നമ്മളിൽപ്പെട്ട പലർക്കും അതൊരു കാര്യമേ അല്ല. പള്ളികൾ അവർക്കൊരു വിഷയമല്ല, ഖുർആൻ അവർക്കൊരു കാര്യമല്ല, റമളാൻ അവർക്കൊരു വിഷയമേ അല്ല. ലൗ യഅലമുൽ ഇബാദു മാ റമളാൻ ലതമന്നതു ഉമ്മതി അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. എന്റെ സമുദായം അതേ നിങ്ങള് ഉമ്മത്ത് മുഹമ്മദീങ്ങള് പരിശുദ്ധമായ റമളാനിന്റെ മഹത്വവും ശ്രദ്ധയും അറിയേണ്ടത് പ്രകാരം അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലാക്കേണ്ടത് പ്രകാരം നിങ്ങൾ റമളാനിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഉൾക്കൊള്ളേണ്ടത് പ്രകാരം റമളാനിനെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, മുൻഗാമികളായ സച്ചരിതരായ സദ്വൃതരായ സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ റമളാൻ എന്ന പവിത്ര മാസത്തെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലൗ യഅലമുൽ ഇബാദു മാ റമളാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കാലം മുഴുവനും റമളാനാകണേ, ദിനമേതും റമളാനാകണേ, മാസം മുഴുവനും റമളാനാകണേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. റമളാൻ എന്ത് അറിഞ്ഞെങ്കിൽ, അറിയേണ്ടത് പ്രകാരം അറിഞ്ഞെങ്കിൽ, അറിയേണ്ടവർ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ, പഠിച്ചോനെ കൊല്ലം ഫുള്ള് 12 മാസവും റമളാനാക്കിയിട്ട് നീ താന്ന് നിങ്ങൾ പറയട്ടിയായി. നിങ്ങൾ പറയട്ടിയായി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് തന്നെ, ബൊബ്ബക്കേരിലുള്ള നിങ്ങളോട് തന്നെ, റമളാൻ വരുന്നത് ഇഷ്ട? കൊല്ലം മുഴുവനും ഫുള്ള് റമളാന്റെ നോമ്പ് പോലെ നോമ്പ് നോക്കിയിട്ട് കഴിയുന്നത് ഇഷ്ട? അല്ല ഇടക്കിടക്ക് ഇങ്ങനെ മൂക്കിന്റെ കൊടിയോളം തിന്നിട്ട് ആംബുലൻസ് പോകും പോലെ തേക്കിട്ട് പോകുന്നതാ ഇഷ്ടം? അത് ചെല്ലും. എനിക്ക് റമളാൻ ഇഷ്ടം. 2 നോമ്പ് നോക്കുമ്പോ എന്ത് കഴിയുന്നില്ല, സുറു നോക്കിയാണോ ഉണ്ടാന്തോ ഒക്കെ. എന്ത് നീ സുറു നോക്കിയേ? ഈ 38 കൊല്ലം ഏടുണ്ടായി നീ ഇറാഖുവേലുണ്ടായി? ഇത്ര കൊല്ലേടണ്ടതിനെ? ഇന്നലെ മുന്നൊരു നോമ്പ് കഴിഞ്ഞല്ലേ, മേറാജിന്റെ നോമ്പ്. സുബ്ഹാനല്ലാഹ്, ഒരുത്തം നോക്കിയിട്ട് ഓന്റെ അവസ്ഥ കണ്ടെങ്കിൽ ഹിമാലയം പർവ്വതം കയറിയ പോലെ 4:30 മണിയാകുമ്പോ എനിക്ക് പിറ്റേന്ന് കണ്ടിട്ടാ എന്നോട് ചെന്നി കുത്തിയിട്ട് തല കുത്തിയിട്ട് എന്തിനാ നോമ്പ് നോക്കി? നീ എന്ത് പാറകല്ല് ഓർത്ത്? അല്ല JCB തലയിൽ വെച്ചേന്ന്? ഇല്ലല്ലേ. ഇത് സംഗതി എന്ത്? ഇന്നോളം ഈ ജന്മത്തിൽ നോക്കിയിട്ട് ഫസ്റ്റ്
ഫസ്റ്റ് നോക്കീനെ ഇപ്പളേ ഓന് തോന്നിയിനി ആണെങ്കിൽ റമദാൻ 30 എങ്ങനെ എന്നിട്ട് ഓൻ ആശിക്കുന്ന കാലം ഫുള്ള് റമദാൻ എന്നെല്ലാം ഉണ്ടായിരുന്നു ഓൻ ആശിക്കുന്ന ഓക്കാ ഓക്കാ അതെന്ത് ബജാറാ പീടിയ അല്ല ഇങ്ങോട്ട് ചിരിക്കാനല്ല ഓരോരുത്തരുടെ സ്വകാര്യകളിലേക്ക് ഞാൻ വന്ന് കൊടുക്കുന്നില്ല നമ്മൾ ചോദ്യം ചെയ്യുന്നുമില്ല വയല് കേൾക്കാൻ വേണ്ടി 200 മുണ്ടെന്നല്ലല്ലേ വയല് കേൾക്കാൻ വേണ്ടി 200 ഉണ്ടെന്നേ സുബ്ഹാന റബ്ബി ഓർമ്മിനെ പതിന് ഇതിനിടക്ക് അതാരത് സ്പീക്കർ ഒന്ന് വെച്ചിട്ടേ സ്പീക്കർ വെച്ചിട്ടില്ലേ സ്ത്രീയರಿಗೆ പ്രത്യേക സ്ഥಳ ഏർപ്പെടുത്തലാಗಿದೆ എന്നുണ്ടെങ്കിൽ നോട്ടീസിൽ അച്ചടിച്ചിന് മാത്രമേ അങ്ങോട്ട് സ്പീക്കർ ഇല്ലേ ഈടക്കുള്ള ഇതന്നെ പെണ്ണ് ആടെയുള്ള പിന്നാരി പോരെ അവരോട് കുറച്ച് മെല്ലെ ഇതാക്കാൻ പറയും സൗണ്ട് കുറച്ച് കുറക്കാൻ പറയാം അത്രന്നെ വേറെ നമുക്കൊന്നും പറയാനില്ല ആക്ഷേപമില്ല പറഞ്ഞ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം അത് വേറെ വിഷയം പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ നമ്മൾ തന്നെ അല്ലേ കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇവിടെ മിനിങ്ങൾ ഇങ്ങനെ അള്ളാന്റെ ദീനി കേൾക്കുകയാണ് പള്ളിമുറ്റത്താണ് ചില മനുഷ്യന്മാർ പരിസരം മറന്നിട്ട് ഇങ്ങനെ ആടുകയാ പാടുകയാ മുണ്ടുകയാണ് അതിനെന്തർത്ഥ ഉള്ളത് പറഞ്ഞ ഉമ്മാക്കും പിടിക്കാതെ ശരിയാണ് അതിൽ വലിയ ബേജാറൊന്നും നമുക്കില്ല നമ്മ ആളെ നോക്കിട്ട് പറയലുമില്ല നമ്മൾ ചെയ്യുന്നതേ പറയുന്നുള്ളൂ അള്ളാഹു പറയുന്നത് ചെയ്യാനും ചെയ്യുന്നതേ പറയാനും റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ എന്നാലും ശ്രദ്ധിക്കണം ഇതൊരു ഇൽമിന്റെ മജ്ലിസാ മലായികത്തീങ്ങൾ പോലും ഇത് തേടി വരുന്നുണ്ട് നിങ്ങളെ കൂടെ ആമീൻ ചൊല്ലാൻ അവർ പോലും വരുന്നുണ്ട് എന്നിട്ട് മുഅ്മിനീങ്ങൾക്ക് ഇതിന്റെ ബോധമില്ല മുഅ്മിനീങ്ങൾക്ക് ഇതിന്റെ മഹത്വം അറിയില്ല അവർക്ക് ഇതിന്റെ വില അറിയില്ല പഴയ കാലത്തുള്ള ജനങ്ങൾ നോക്കൂ കാതങ്ങൾ കിടന്നിട്ട് പിന്നെ കുന്നും മലയും താണ്ടിയിട്ട് നാടും നഗരവും പാഞ്ഞിട്ട് അതുപോലെ തന്നെ പുഴകൾ നീന്തി കടന്നിട്ട് നട്ടപ്പാതിര നേരത്ത് ചൂട്ട് കത്തിച്ചു പോയിട്ട് അവർ അതാ വയല് കേട്ടിരുന്നു മടങ്ങി വരുമ്പോ ചിലപ്പോ സുബ്ഹി ബാങ്ക് കേൾക്കാമായിരുന്നു പലരും വയല് കേൾക്കാൻ പോയിട്ട് മടങ്ങിയിട്ട് വന്നിട്ടേ ഇല്ല എന്തറിയോ കാരണം അവരോട് വയലാല് പലരും ചാകുന്നോവർ അത്ര നല്ല വയല് അതേ വയല് പറയുന്നയാളോ വയല് കേൾക്കുന്നയാളും രണ്ടാളും ഒരുപോലെ അപ്പൊ അത് കൽബിൽ നിന്ന് കൽബിലേക്കായി ഇന്ന് വയല് പറഞ്ഞു മിക്കവാറും പറഞ്ഞിട്ട് ചാവുന്നല്ലാണ്ട് കേട്ടോ ഒരിക്കലും ചാവല്ല കാര്യമുണ്ട് ഒന്നാമത് ഇപ്പോ എല്ലല്ല പുല്ലിൽ നിന്ന് വയല് ബദലാക്കിയെങ്കിലായി അതെന്താണ് അങ്ങനത്തെ ഒരു ബദൽ എന്ത് നാളെ ഉസ്താദിൽ പോയിട്ട് കേട്ടെങ്കിലേ ഉസ്താദ് നല്ലോണം പഠിച്ചിട്ടാണ് 2 ബിരുദം എടുക്കുന്നത് ഒന്ന് മഹാനായ ശൈഖുന ചപ്പാറപ്പട ഉസ്താദിന്റെ കോളേജിന്റെ ബിരുദം ഇർഫാനിയാണ് പിന്നെ ഉമ്മുൽ മദാരിസ് എന്ന ഔലിയാക്കൾക്കും മറ്റും ജന്മം നൽകിയ മഹത്തായ സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് ബിരുദം എടുത്ത പണ്ഡിതരാണ് ഫൈസിയ അല്ലേ നിങ്ങളെന്നല്ലോ ഇത് അല്ലാഹു തആല നമുക്കും അവർക്കൊക്കെ ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ അപ്പൊ അവരിൽ കേട്ടോളി അത് എന്ത് നിങ്ങൾ അവരിൽ കേട്ടോളി ഞാൻ കാടടച്ച് വെടി വെക്കുകയല്ല മുച്ചോടും എല്ലാവരും അങ്ങനെയാണെന്ന് പറയല്ല എല്ലാവരും നിഷേധിക്കുകയല്ല ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ട് ഇന്നിപ്പോ എല്ലാം ഒരു കച്ചവട എല്ലാത്തിലും മായ നക്കലി ഡൂബിളി എല്ലാത്തിലും അത് വയലിലും ഉണ്ട് വയല് പറയുന്നവരിലും നോക്ക് നിങ്ങൾ വയല് വെക്കുന്നവര് വയല് വെക്കുന്നവർ ഏടെ മീറ്റിംഗ് കൂടുമ്പോ തീരുമാനിച്ചിനെ ഈ കുറി 2 ദിവസത്തെ നല്ല വയല് വെക്കണോ ജനങ്ങൾക്ക് നല്ലോണം പഠിക്കാനും കിട്ടണോ എന്ന് പറഞ്ഞിട്ട് വയല് വെച്ചോറാ ആൾമാർക്ക് നല്ല പഠിക്കുക കിട്ടണോ ജനങ്ങൾക്ക് നല്ലോണം തിരിയുന്ന വേലാണോ അവർക്ക് ഉപകാരപ്പെടണോ നല്ലൊരു ഇൽമ അവർക്ക് പഠിക്കാൻ കിട്ടണോ എന്ന് പറഞ്ഞിട്ട് വയല് വെക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടിയ കമ്മിറ്റി ഇനിയിപ്പോ മീറ്റിംഗ് കൂടി ഞങ്ങളെ കഴിഞ്ഞ കൊല്ലം 3 ദിവസം വെച്ച് എന്നിട്ട് തന്നെ 35,000 രൂപ നഷ്ടം ഈ കുറി 2 ദിവസം വെച്ചാൽ മതി എന്ത് പോയി കച്ചവടക്കാൻ ലാഭനഷ്ടങ്ങൾ കൂട്ടാൻ എല്ലാം മായ എല്ലാം നക്കലി എല്ലാം അതെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എല്ലാം ചെല്ലെങ്കിൽ എല്ലാം അല്ല അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതൊരു പറച്ചല് മാത്രമാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല, അതൊരു അദബ് കേടിന്റെ വാക്കാണ്. എല്ലാ ചില മനുഷ്യന്മാർ അങ്ങനെ പറയലുണ്ട്, മൗലവിമാരെല്ലാം അങ്ങനെ
പള്ളി കമ്മിറ്റിക്കാർ എല്ലാം അങ്ങനെ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതിലെത്ര നല്ലവരുണ്ട്, എത്ര സ്വാലിഹീങ്ങളുണ്ട്, എത്ര നല്ല മനുഷ്യന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു നാടിനെ കുറ്റപ്പെടുത്തരുത്, ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തരുത്, ഒരു സമാജത്തെ ഇൻസൾട്ട് ചെയ്യരുത്. ശരിയല്ല. ഞാനും അങ്ങനെയാ പറഞ്ഞത്, തീരെ ഇല്ല എന്നല്ല, പക്ഷേ ഉള്ളതിൽ മിക്കതും ഈ കോലത്തിലാണ്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾക്കതിന്റെ എഫക്ട് കിട്ടാഞ്ഞ്, അതിന്റെ ഗുണം നമുക്ക് കിട്ടാഞ്ഞ്, അതിന്റെ ഫലം നമുക്ക് കിട്ടാഞ്ഞ്. സുബ്ഹാനല്ലാഹ്. സ്വാലിഹുൽ ബുർരി റളിയല്ലാഹു തആല തങ്ങൾ വയലു പറയുന്ന സ്ഥലത്ത് കൂടെ നടന്നുപോയ പെണ്ണ്, വ്യഭിചാരിയായ പെണ്ണ്. ആ പെണ്ണതാ മഹാനയുടെ വയല് കേട്ടിട്ട് പിന്നീട് ആ പാപത്തിൽ നിന്ന് മടങ്ങുകയാണ്, ആ തെറ്റിൽ നിന്നിട്ട് മടങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് സഹോദരി ഫാത്തിമ, സഹോദരി ഫാത്തിമ, സഹോദരി ഫാത്തിമ, പെങ്ങള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ മുസ്ലിമായത്. അപ്പൊ അത് എന്തൊരു ഓത്താണ്, ആ ഓത്തി എന്തൊരു ഓത്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഉമർ ഖത്താബ് തങ്ങൾ എന്ന കടികട്ടിയേറിയ കൽബിന്റെ ഉടമ, നല്ല മനസ്സും നല്ല ശരീരവും ദൃഢഗാത്രതയും എല്ലാമുള്ള മക്കയിലെ അറിയപ്പെട്ട ബാല്യക്കാരനായ ഉമർ. ആ ഉമർ ഖത്താബ് തങ്ങൾക്ക് പോലും കൽബിന് മാറ്റമുണ്ടാകണമെങ്കിൽ, മനസ്സാന്തരമുണ്ടാകണമെങ്കിൽ സുബ്ഹാനല്ലാഹ്